അവിടെ നന്ദി ഉറങ്ങുന്ന പരിശുദ്ധമായ മദീനക്ക് സ്വർഗത്തേക്കാൾ പുണ്യമില്ലാതിരിക്കുന്നത് എങ്ങനെയാണ്? യജന്നത്ത് നഹീ തോ ഫിർ ഔർ ക്യാ ഹേ, അത് സ്വർഗമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ഇരുളിൽ തീരി നീട്ടി വന്നു റസൂലുള്ളാഹ്, ഇസ്ലാമിൻ പൂർണ്ണത കാട്ടി ഖലീലുള്ളാഹ്. കാലം കടഞ്ഞൊരു മുത്തല്ലോ, കാരുണ്യത്തിൻ തിരുസത്തല്ലോ. കാലം കടഞ്ഞൊരു മുത്തല്ലോ, കാരുണ്യത്തിൻ തിരുസത്തല്ലോ. ഹാഷിമിലായുദിത്ത നൂറുല്ലാഹ്, അംബിയ രാജരിൽ സ്വല്ലല്ലാഹ്. ഹാഷിമിലായുദിത്ത നൂറുല്ലാഹ്, അംബിയ രാജരിൽ സ്വല്ലല്ലാഹ്. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ധരിച്ചിരുന്ന കാലത്ത് വല്ലാത്ത ദുഃഖങ്ങളിലൂടെയാണ്, പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയത്. ആ ദുഃഖങ്ങളെല്ലാം അവര് മറന്നുപോയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന തന്റെ പൊന്നോമന പൈതൽ കാരണത്താലാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് അബ്ദുല്ലാ എന്നവര് യാത്ര പോവുകയാണ്, ഷാമിലേക്കുള്ള യാത്രയിലാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആശ്ലേഷിച്ചുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഭർത്താവിനെ ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. വഴിക്കണ്ണുമായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ കണ്ണിൽ നിന്ന് അകലുന്നതുവരെ, മായുന്നതുവരെ ആമിന ബീവി റളിയല്ലാഹു അൻഹ നോക്കി നിൽക്കുകയാണ്. ആ ആമിന ബീവിയുടെ അരികിലേക്ക് പിന്നെ ഒരിക്കലും അബ്ദുല്ലാ എന്നവർ തിരിച്ചു വന്നിട്ടില്ല. എത്രയെത്ര രാത്രികളിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുണ്ടാവാം. എത്രയെത്ര രാത്രികളിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ അന്തി ഉറങ്ങുന്ന തലയിണ അവരുടെ കണ്ണുനീര് വീണ് നനഞ്ഞു കുതിർന്നിട്ടുണ്ടാവാം. തന്റെ അടിവയറ്റില് ഒരു പുതിയ ജീവന്റെ തുടിപ്പിങ്ങനെ അനുഭവപ്പെടുന്ന നേരത്തെല്ലാം തന്റെ വയറ്റത്തിങ്ങനെ കൈവച്ചിട്ട് പ്രിയപ്പെട്ട അബ്ദുല്ലാ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ എത്ര വേദനയോടെ ആശിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷേ ഒരിക്കലും ആമിന ബീവിയുടെ അരികിലേക്ക് അബ്ദുല്ലാ എന്നവർ കടന്നു വന്നില്ല. ഓമന മുഹമ്മദീൻ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ് വേണം, ബാപ്പ് ജീവിച്ചില്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആമിന ബീവിന്റെ കൽവിൽ നൊമ്പരം പേരൂത്ത ആറ്റലായ മോനയോർത്ത് വേദന കോരൂത്ത് ചൊല്ലണേ അസ്സലാത്തു വസ്സലാമു. നല്ല ശബ്ദത്തിൽ മനസ്സറിഞ്ഞ് ആ ചരിത്രങ്ങളിലൂടെ നമ്മുടെ കൽബിങ്ങനെ സഞ്ചരിക്കട്ടെ. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നമ്മുടെ മനസ്സൊന്ന് കടന്നു ചെല്ലട്ടെ. അലൈക യാ ഹബീബല്ലാഹ്, ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചാണച്ച് ആമിന ബീവി പൂമകനെ ചുംബനമാണച്ച്. അസ്സലാത്തു വസ്സലാമു അത്തറിൻ തൻ മുത്തുമോനെ ആറ്റ് നോറ്റ് പോറ്റി ആമിന ബീവി പൂമകനെ ആശയോടെ തീറ്റി. അസ്സലാത്തു വസ്സലാമു
സലാമോ അലൈക യാ റസൂലല്ലാഹ്. ഫോക്കസ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഫോക്കസ് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഫോക്കസ് ലൈറ്റുകൾ അത്തറിൻ തൻ മുത്തുമോനെ ആറ്റ് നോറ്റ് പോറ്റി അമിനാബി പൂമകനെ ആശയോടെ തീറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങിനെ കാലം കഴിയും കാലമോരോ നാളിൽ ആമിനാബി പൂമകനെ വിട്ടുപോയി മണ്ണിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരുമില്ലാതേകനായി ഭൂമിയിൽ നബിയുള്ളാഹ്. 6 വയസ്സായ കാല താറ്റലാം നബിയുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം പിതാവ് മരിച്ചു പോണ നേരത്ത്, വാപ്പ മരിച്ചു പോണ നേരത്ത്, അള്ളാഹു നമ്മുടെ ജീവിച്ചിരിപ്പുള്ള വാപ്പമാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വാപ്പ മരിച്ചു പോണ നേരത്ത്, മരിച്ചുപോർക്ക് അള്ളാഹു പുറത്തും കൊടുക്കട്ടെ. സഹോദരങ്ങളെ, സ്വന്തം ഉപ്പ മരിച്ചു പോണ നേരത്ത് ആരാ ഒന്ന് തളരാതിരിക്കുക അല്ലേ? ജീവിതത്തിന്റെ തണൽ അസ്തമിച്ചു പോകുന്ന പോലെ നമ്മുടെ മനസ്സിങ്ങനെ പറയുമ്പോ ആരാണെന്ന് തകരാതിരിക്കുക. ഇനി തന്റെ ജീവിതത്തിൽ ഒരു വലിയ കവചമായി, തനിക്കൊരു സംരക്ഷണമായി ഇനി ബാപ്പയില്ലല്ലോ എന്നോർക്കുമ്പോ തകരാത്തത് ആരാണുള്ളത്? എന്തിനും അങ്ങനെയാണല്ലോ, ബാപ്പുണ്ടല്ലോ എന്നൊരു സമാധാനമാണ്. ഇനി അതില്ല എന്നോർക്കുമ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടലായിരിക്കും. ഓർത്തു നോക്കുക, ജീവിതത്തിൽ ആരെങ്കിലും സ്വന്തം പിതാവ് മരിച്ചു പോകുന്ന നേരത്ത് വല്ലാതെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഓർക്കണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പാന്റെ മുഖം പോലും കണ്ടിട്ടില്ല എന്നത്. നമുക്ക് ഉപ്പ എത്ര കാലം മുമ്പ് മരിച്ചു പോയതാണെങ്കിലും ബാപ്പ എന്ന് പറയുമ്പോൾ ഒരു മുഖം നമ്മുടെ മനസ്സിൽ ഓർക്കാനുണ്ട്. കാരണം ആ ബാപ്പാനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു മുഖം പതിഞ്ഞിട്ടില്ല. കാരണം ആ പൂമുഖം മുത്ത് നബി തങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഓർക്കുക, നമ്മള് ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉമ്മ മരിച്ചു പോണത് നേരത്ത് വല്ലാതെ തകർന്നു പോകുന്നുവെങ്കിൽ അവരോർത്തു നോക്കട്ടെ, അന്ന് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവ എന്ന് പറയുന്ന വിജനമായ മരുഭൂമിയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ നിന്ന് വിതുമ്പുന്ന 6 വയസ്സുള്ള അൽ അമീൻ എന്ന പൊന്നുമോനെ കുറിച്ച് അന്ന് മുത്തുനബി തങ്ങളെ ഒന്ന് നെറുകയിൽ തലോടി സമാധാനിപ്പിക്കാൻ അവിടുത്തെ വേലക്കാരിയായിരുന്ന ഉമ്മു ഐമൻ ബീവിയല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഉമ്മു ഐമൻ ബീവിയെ വേലക്കാരി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവൻ ഹബീബിന് തണലിട്ട് കൊടുത്ത മുത്തുനബി തങ്ങളുടെ വളർത്തുമ്മയാണ് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ. ചെറുപ്പം മുതൽ ആമിന ബീവിയുടെ കൂടെ ഉണ്ട് ഉമ്മു ഐമൻ ബീവി. ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവണ നേരത്ത് മുത്തുനബി തങ്ങളെ ചേർത്ത് നിർത്തി സമാധാനിപ്പിച്ചത് ഉമ്മു ഐമൻ ബീവിയാണ്. പിന്നെ മുത്തുനബി തങ്ങളുടെ കൂടെ തന്നെയാണ് അവസാനം ഹബീബിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ സാക്ഷിയാണ്. മുത്തുനബി തങ്ങൾ വഫാത്തായതിനും ആ ബീവി സാക്ഷിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഐമൻ ബീവിയെ ഉമ്മ എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. ഉമ്മ, നഷ്ടപ്പെട്ടു പോയ ഉമ്മാന്റെ സ്നേഹം ഹബീബായ തങ്ങൾ കണ്ടെത്തിയത് ഉമ്മു ഐമൻ ബീവിയിലാണ്. വഫാത്തായതിനു ശേഷം ഞാൻ ആ സംഭവത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ഇത് താങ്ങാൻ കഴിയാതെ സ്വഹാബിമാര് തകർന്നിരിക്കുകയാണ്. അവർ പരസ്പരം കാണുമ്പോഴേക്ക് കരയുകയാണ്. അങ്ങനെയാണല്ലോ, വല്ലാത്ത ഒരു വിഷമം നമുക്ക് വന്നാല് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. ഉദാഹരണം പറയാം, ഒരാൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, പെട്ടെന്ന് ഉമ്മ മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എമർജൻസി ടിക്കറ്റ് ഒക്കെ സംഘടിപ്പിച്ച് നാട്ടിലേക്ക് വരാൻ. ആ വരുന്ന യാത്രയിൽ മുഴുവൻ കരയുകയാണ്. കരഞ്ഞ് കുറെ മണിക്കൂറുകൾ യാത്രയുടെ ക്ഷീണം. അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി
വാഹനത്തിൽ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴൊന്നും കരച്ചിലൊന്നും വരുന്നില്ല. പിന്നെ വീട്ടിലേക്ക് കയറണ നേരത്ത് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെ കാണുമ്പോൾ, സഹോദരങ്ങൾ, ജ്യേഷ്ഠന്മാരെ, അനിയന്മാരെ, ജ്യേഷ്ഠത്തിമാരെ, അനിയത്തിമാരെ കാണുമ്പോൾ ഒരു കരച്ചിൽ വരും. അത് സ്വാഭാവികമാണ്. എന്ന പോലെ ഹബീബായ തങ്ങൾ വഫാത്തായതിന്റെ പിറ്റേന്നൊക്കെ സ്വഹാബിമാര് പരസ്പരം കാണുമ്പോ മുഖത്തോട് മുഖം നോക്കിയിരുന്നു കൊണ്ട് കരയുകയാണ്. ഒന്നും പറയാനില്ല, ആർക്കും ഒന്നും പറയാനില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരയുകയാ. കുറെ കരഞ്ഞപ്പോ അവര് പറഞ്ഞു, നമുക്ക് മുത്തുനബി തങ്ങളുടെ വളർത്തുമ്മയായ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്കൊന്ന് ചെല്ലാം, അവരെന്തെങ്കിലുമൊക്കെ നമ്മെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലോ. അങ്ങനെ അവര് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് ചെല്ലാൻ അവരും കരയുകയാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉമ്മാ, നമ്മൾ എന്തിനാ കരയുന്നത്? മുത്തുനബി തങ്ങൾ പോയത് എവിടേക്കാ? അള്ളാന്റെ ഹദറത്തിലേക്ക് പോയതല്ലേ. ഈ ദുനിയാവിനെക്കാളും ഖൈർ മുത്തുനബി തങ്ങൾക്ക് ആഖിറമല്ലേ. ആഖിറം നബി തങ്ങൾ തെരഞ്ഞെടുത്തില്ലേ. നമ്മൾ എന്തിനാ കരയുന്നത്? പറഞ്ഞു, ഹബീബായ മുത്തുനബി തങ്ങളുടെ ആ സാന്നിധ്യം നമ്മുടെ അരികിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമത്തിലല്ല ഞാൻ കരയുന്നത്. ഞാൻ കരയുന്നത് ഒറ്റ കാര്യം ഓർത്തിട്ടാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ഭൂമിയിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന വഹയ് ഇതാ ഇന്നലത്തോടുകൂടി മുറിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരിക്കലും വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരില്ലല്ലോ. നമുക്കിടയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓടി വന്നത് മുത്തുനബി തങ്ങളുടെ അരികിലേക്കായിരുന്നു. ഇനി ഹബീബ് നമ്മുടെ ഇടയിലില്ലല്ലോ. നമുക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ തീർപ്പ് കൽപ്പിക്കാൻ ഓടിച്ചെന്നത് ഹബീബിന്റെ അരികിലേക്കാണ്. ഇനി മുത്തുനബി തങ്ങളില്ലല്ലോ. നമുക്കിടയിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം തേടിയിട്ട് ചെന്നത് ഹബീബിന്റെ അരികിലേക്കല്ലേ. ഇനി പടച്ചോന്റെ അരികിൽ നിന്ന് വഹി ഇറങ്ങി വരില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് മഹദിയായ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ. ആ ഉമ്മു ഐമൻ ബീവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 6ാമത്തെ വയസ്സിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി പോകുന്ന നേരത്ത് മുത്തുനബി തങ്ങളെ അരികിൽ ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കാനുണ്ടായിരുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ രംഗം ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്കുണ്ടാവല്ലോ 5-6 വയസ്സുള്ള കുട്ടികൾ. നാളെ രാവിലെ നിങ്ങൾ അങ്ങോട്ട് മരിച്ചു എന്ന് വിചാരിക്കുക. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ ദീർഘായുസ് തരണേ തമ്പുരാനെ. നാളെ രാവിലെ നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ മയ്യത്ത് ഇങ്ങനെ വെള്ള പുതപ്പിച്ച് നമ്മുടെ വീട്ടിലെ ആ റൂമിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ആ കട്ടിലിന്റെ അരികിലേക്ക് 5-6 വയസ്സുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വന്നിട്ട് ഉമ്മാന്ന് വിളിച്ചിട്ട് തേങ്ങി കരയുന്ന, നമ്മുടെ നെറ്റിത്തട്ടത്തിൽ ഇങ്ങനെ ഉമ്മ വെക്കുന്ന ആ ഒരു രംഗം ഓർത്തു നോക്കൂ നിങ്ങള്. നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ ദുആ ചെയ്യുന്നില്ലേ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 6ാമത്തെ വയസ്സിൽ ആ അവസ്ഥയിലൂടെ കടന്നു പോയതാ. തന്റെ പ്രിയപ്പെട്ട ഉമ്മ വിട പറയുമ്പോൾ ഉപ്പയുണ്ടല്ലോ എന്ന സമാധാനം ഹബീബിനില്ലല്ലോ. ആ സത്യം തിരിച്ചറിയാണ്. തന്റെ മരണം അടുത്തിരിക്കുന്നു. മരണത്തിന്റെ അടുത്തു വരുന്ന കാലൊച്ച അവരുടെ കാതിൽ മുഴങ്ങുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമോനെ ചേർത്ത് നിർത്തിയിട്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹാ കവിളത്ത് എത്ര നേരം ചുംബനങ്ങൾ അർപ്പിച്ചിട്ടുണ്ടാകും. ആകാശത്തേക്ക് കണ്ണുളിർത്തി ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, പഠിച്ചോനെ, എന്റെ കുട്ടിക്ക് ആരുമില്ല റബ്ബേ, ഉപ്പാനെ കണ്ടിട്ടില്ല. ഞാനുമിതാ ഈ കുഞ്ഞിനെ വിട്ടു പോവുകയാ. ഒന്ന് ചേർത്ത് നിർത്താൻ ഒരു ഇക്കാക്കയില്ല, ഒരു ഇത്താത്തയില്ല. എന്റെ കുഞ്ഞു ഒറ്റക്കാട് റബ്ബേ, എന്റെ കുട്ടിക്കാരുമില്ല റബ്ബേ, എന്റെ കുഞ്ഞിനെ നീ ഏറ്റെടുക്കണേ അല്ലാ. അത് പറയുന്ന നേരത്ത് ആമിന ബീവി അനുഭവിച്ച വേദനയുടെ ആഴമളക്കാൻ ഈ വാക്കുകൾക്ക് സാധ്യമാണോ? ആ ഉമ്മാക്കറിയുമായിരുന്നോ താൻ ഈ രക്ഷിതാവിൽ എന്ന് പറഞ്ഞ ഈ കുഞ്ഞിന്റെ രക്ഷിതാവ് രാജാതിരാജനായ റബ്ബാണെന്ന് ആ ഉമ്മാക്കറിയുമായിരുന്നോ? അലം യജിദ്ക യതീമൗ ഫഅവ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. ഈ കുട്ടിയെ ഏറ്റെടുത്തത് രാജാതിരാജനായ റബ്ബ് തആലയാണെന്ന് ആ ഉമ്മാക്കറിയുമായിരുന്നോ? അബവാഇൻ ദേശത്ത് ആമിന ബീവി അന്ത്യ സമയത്ത് അവരൊന്ന് തേങ്ങി. ആരോരുമില്ലാത്തി പൈതലിന് ആരാര് തുണയേകും തമ്പുരാന്.
തമ്പുരാനെ ആരാര് തുണയേകും തമ്പുരാനെ. ഓർത്തു നോക്കുക, നമ്മുടെ ഉമ്മ മരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ? മുത്തുനബി തങ്ങളുടെ 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിക്കണ നേരത്ത് ഹബീബിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഉപ്പുണ്ടായിരുന്നില്ല, ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നില്ല, ഒരു അനിയൻ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഒറ്റക്കായിരുന്നു. പക്ഷേ ഹബീബിനെ ഏറ്റെടുത്തത് രാജാതിരാജനായ റബ്ബ് തആലയാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കൾ മരിച്ചു പോകുന്ന നേരത്ത് നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നാറുണ്ടോ? അള്ളാഹുവിന്റെ വിധിയെ അഭിമുഖീകരിക്കാൻ കഴിയാതെ തളർന്നു പോകാറുണ്ടോ? നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട 7 മക്കളിൽ 6 മക്കളും മരണപ്പെട്ടു പോയത് അവിടുത്തെ ജീവിതകാലത്താ. ഞങ്ങൾക്കിന്ന് ഭക്ഷണം തന്നത് ബഹുമാനപ്പെട്ട മുസ്തഫയാണ്. ഞാനത് വിഷമിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടു പോയത്. ആ മകന്റെ ഓരോ സംഭവങ്ങളും പറഞ്ഞപ്പോ ചങ്കിൽ എവിടെയോ ആരോ ഒന്ന് പിടിക്കുന്ന പോലെ ഉംറ ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഒരുപാട് പൈസ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസയൊക്കെ കയ്യിൽ വെച്ചിട്ട് ആ മകൻ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുകയാണ്. ഈ രോഗം മാറിയാലേക്ക് ഉംറക്ക് പോകണം. അതല്ല, ഞാൻ ഈ രോഗത്തിൽ മരിക്കുകയാണെങ്കിൽ എൻ്റെ ഉസ്താദുമാർക്കും എൻ്റെ കൂടെ പഠിച്ച മുതാലിമികൾക്കും ഈ പൈസ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് യാത്രയായി പോയ ചെറുപ്പക്കാരൻ മുതാലിമായി ഇൽമ പഠിച്ചുകൊണ്ടിരിക്കെ മരണപ്പെട്ടു പോയ കുട്ടിയെ പഠിച്ചോനെ നീ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അവർ മറന്നുപോയ ആ ദുഃഖത്തെ ഓർമ്മിപ്പിക്കാനല്ല ഞാൻ പിന്നെയും അതിവിടെ പറഞ്ഞത്. മുത്തുനബി തങ്ങളുടെ ജീവിതം ഓർത്ത് നോക്കി നിങ്ങൾ. ഒരു കുട്ടിയല്ല, 7 മക്കളിൽ 6 മക്കളും വഫാത്തായി പോയത് മുത്തുനബി തങ്ങളുടെ ജീവിതകാലത്ത് കൺമുമ്പിലാണ്. ഓർത്തു നോക്കുക, അവിടുത്തെ ആൺമക്കള് എല്ലാ ആൾക്കാരും വഫാത്തായത് ചെറുപ്പത്തിലാണ്, വളരെ ചെറിയ പ്രായത്തിലാണ്. ആ കൈകളിൽ കിടന്നുകൊണ്ട് പിടഞ്ഞ് മരണപ്പെട്ടു പോയി അവിടുത്തെ പ്രിയപ്പെട്ട മക്കളും പേരമക്കളും. ഒന്നോർത്തു നോക്കൂ, അപ്പോഴും ആ പിതാവിന്റെ കൈകൾ വിറച്ചില്ല, അവിടെ നിന്ന് തളർന്നില്ല. രാജാതിരാജനായ റബ്ബിന്റെ ആ വലിയ ഖളാഇൽ പരമേൽപ്പിച്ചുകൊണ്ട് ക്ഷമയെന്ത് എന്ന് തവക്കുലെന്ത് എന്ന് ഉമ്മത്തിന് ഖിയാമത്ത് നാൾ വരെ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതൊരു രക്ഷിതാവിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ സ്വന്തം മക്കള് ഒന്ന് വളർന്ന് നന്നായി കാണുക എന്നുള്ളത്. പെൺമക്കളാണെങ്കിൽ അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അവർ നല്ല നിലക്ക് ജീവിക്കുന്നത് കാണുക എന്നുള്ളത് ഏതൊരു ഉപ്പാന്റെയും ഉമ്മാന്റെയും മനസ്സിലുള്ള ആഗ്രഹമാണ്. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി കല്യാണം കഴിപ്പിച്ച് അയച്ച മക്കളെ ത്വലാഖ് ചൊല്ലിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ ആ ഉമ്മാന്റെയും പാപ്പാന്റെയും മനസ്സിലുള്ള വിഷമം ആലോചിച്ച് നോക്ക്. അത് അനുഭവിച്ച ആൾക്കാർ ചിലപ്പോൾ ഈ സദസ്സിലുണ്ടാവുമല്ലോ. ഓർക്കണം പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട 2 പെൺമക്കളെയും അവരുടെ ഭർത്താക്കന്മാര് ത്വലാഖ് ചൊല്ലി വീട്ടിലേക്ക് പറഞ്ഞയച്ച ഒരു സന്ദർഭമുണ്ട്. ഒരേ നേരം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് തുടങ്ങിയപ്പോ ആ ദീൻ ഇഷ്ടപ്പെടാത്ത മരുമക്കള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ത്വലാഖ് ചൊല്ലി, ഒരു കാരണവുമില്ലാതെ ത്വലാഖ് ചൊല്ലി വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ സംഭവങ്ങള്, ബാപ്പ മരിച്ചപ്പോ വിഷമിച്ച ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും, ഉമ്മ മരിച്ചപ്പോ വിഷമിച്ച ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും, മക്കള് മരിച്ചപ്പോ വിഷമിച്ച ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും, മക്കളെ തൊലാക്കല്ലി വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോ വിഷമിച്ച ഉമ്മയും ബാപ്പയും കൂട്ടത്തിലുണ്ടാവും. ഇതൊക്കെ അനുഭവിച്ച ഒരാൾ ഈ കൂട്ടത്തിലുണ്ടാവും. ഇതെല്ലാം കൂടി അനുഭവിച്ചത്, ബാപ്പയും മരിച്ചു, ഉമ്മയും മരിച്ചു, മക്കളും മരിച്ചു, കുട്ടികൾ വളരെ വിഷമത്തില്, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, ഇങ്ങനെ എല്ലാം കൂടി അനുഭവിച്ച ഒരാൾ ഈ കൂട്ടത്തിലുണ്ടാവില്ല. അത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരു ദിവസം 4 റൊട്ടി ഉണ്ടാക്കി. ഒരു റൊട്ടി ഹസൻ തങ്ങൾക്ക് കൊടുത്തു, മറ്റൊന്ന് ഹുസൈനാർ തങ്ങൾക്ക് കൊടുത്തു, മറ്റൊന്ന് അലിയാർ തങ്ങൾക്ക് കൊടുത്തു. ഇനി റൊട്ടി ബാക്കിയുണ്ട്, അത് ഫാത്തിമ ബിക്കുള്ളതാണ്. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ ആ റൊട്ടി തിന്നാൻ നേരത്ത് ഉപ്പാന്റെ പൊന്നുമോക്ക് ഉപ്പാനെ ഓർമ്മ വന്ന്, പഠിച്ചോനെ എന്റെ വാപ്പ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ, അവിടുന്ന് പട്ടിണി കിടന്ന് വിഷമിക്കുന്നുണ്ടാവോ, എന്റെ ഉപ്പാക്ക് ഭക്ഷണം കിട്ടാതെ ഞാൻ എന്ത് ഭക്ഷണം കഴിക്കാനാണ്. ആ പൊന്നുമോള്, ഉപ്പാന്റെ പൊന്നുമോൾ ഉപ്പാന്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ആ റൊട്ടി എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ ആ റൊട്ടി വാങ്ങി തിന്നാണ്. എന്നിട്ട് ഫാത്തിമ ബീവിയോട് പറഞ്ഞു, മോളെ, കഴിഞ്ഞ 3 ദിവസത്തിനിടക്ക് ഉപ്പാന്റെ വയറ്റിലേക്ക് വരുന്ന ആദ്യത്തെ ഭക്ഷണം നീ കൊണ്ടുവന്ന റൊട്ടിയാണ് മോളെ. ഈ 3 ദിവസമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്താ മക്കൾക്കാര് മുത്തുനബി തങ്ങളോട് പറഞ്ഞത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പരിപാടി നിർത്തിയാൽ, ഈ ദീനിലേക്ക് ജനങ്ങൾ വിളിക്കുന്ന പരിപാടി നിർത്തിയാൽ നിനക്ക് ഇട്ടുമൂടാൻ മാത്രം സമ്പത്ത് ഞങ്ങൾ തരാം.
നീ ഏതെങ്കിലും പെണ്ണിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ നീ പറയുന്ന പെണ്ണിനെ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം. അതല്ല, നിനക്ക് മക്കത്തെ അധികാരമാണ് വേണ്ടതെങ്കിൽ നീ നല്ല തറവാട്ടിൽ പറഞ്ഞ ആളാണ്, നിനക്ക് അധികാരത്തിനുള്ള അർഹതയുണ്ട്, ഞങ്ങൾ അധികാരം നിന്നെ ഏൽപ്പിക്കാം, ഞങ്ങൾ നിന്റെ അനുയായികളായി മാറിക്കൊള്ളാം. അംഗീകരിച്ചില്ല. എനിക്കിതൊക്കെ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അപ്പൊ അവര് അവസാനത്തെ അടവെടുത്തു. എന്താണത്? അബൂ താലിബ് എന്നവർ പറഞ്ഞ ഒരു പക്ഷേ നബി തങ്ങൾ സ്വീകരിക്കും. കാരണം നബി തങ്ങൾക്ക് ഉപ്പാന്റെ സ്ഥാനത്ത് നിന്ന് 50 വയസ്സ് വരെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റിയ ആളാണ് അബൂ താലിബ് എന്നവര്. പട്ടിണിയായിരുന്നു അബൂ താലിബിന്റെ വീട്ടില്. വലിയ തറവാട്ടുകാരനാണ്, പക്ഷെ പൈസ ഉണ്ടായിരുന്നില്ല, പട്ടിണിയാണ്. എന്നാലും സ്വന്തം മക്കളെക്കാൾ മുത്ത് നബി തങ്ങളെ അവര് പോറ്റിയിട്ടുണ്ട്. അബൂ താലിബ് എന്നവരും അവരുടെ ഭാര്യയായിരുന്ന ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ എന്ന് പറയുന്ന മഹദിയും അതും മുത്തനബി തങ്ങൾക്ക് വളർത്തുമ്മയുടെ സ്ഥാനത്തുള്ളവരാണ്. ആ വീട്ടിൽ ആകെ ഒരു പൊതുപ്പാണുള്ളത്, ആകെ ഒരു പൊതുപ്പ്. ആ പൊതുപ്പ് സ്വന്തം മക്കളായ ജാഫർ ബിൻ അബി ത്വാലിബിനോ അലിയാർ തങ്ങൾക്ക് ഒന്നും കൊടുക്കൂല, അല്ലെങ്കിൽ മറ്റുള്ള മക്കൾക്കൊന്നും കൊടുക്കൂല. ആ പൊതുപ്പ് മുത്തനബി തങ്ങൾക്കുള്ളതാണ്. അത്രമേൽ സ്വന്തം മക്കളെക്കാൾ ഹബീബിനെ അവർ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോ അബൂ താലിബ് പറഞ്ഞാൽ കേൾക്കുമെന്ന് കരുതിയിട്ട് അവർ അബൂ താലിബിന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അബൂ താലിബ് മുത്തനബി തങ്ങളെ വിളിച്ചു, മോനെ അവരിങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, ഈ പരിപാടി നിർത്താനാ പറഞ്ഞത്. അബൂ താലിബ് എന്നവരോട് അന്നെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും പറഞ്ഞാൽ നബി തങ്ങൾ കേൾക്കുമായിരുന്നെങ്കിൽ അത് അബൂ താലിബ് ആയിരുന്നു. പക്ഷേ അന്ന് അബൂ താലിബ് എന്നവരോട് മുത്തനബി തങ്ങൾ പറഞ്ഞത് എന്താ? എന്റെ വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാലും ഞാൻ ഈ പരിപാടി നിർത്തൂല എന്നുള്ളതാണ്. അതിന്റെ പേരിൽ എനിക്ക് അനുഭവിക്കാൻ പോകുന്ന സകല പ്രയാസങ്ങളെയും ഞാൻ നേരിടാൻ തയ്യാറാണ്. 23 കൊല്ലത്തെ ജീവിതത്തിനിടക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടതും വലതും ഉണ്ടായിരുന്ന എത്ര ആളുകൾ വീണ് പിടഞ്ഞു മരിക്കുന്ന കാഴ്ച മുത്തുനബി തങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം ജ്യേഷ്ഠന്മാരും അനിയന്മാരൊക്കെ മരിക്കണ നേരത്ത് നിങ്ങൾ വല്ലാതെ തളർന്നു പോയിട്ടുണ്ടോ? ഇടം കൈയും വലം കൈയുമായി നമ്മൾ കണ്ടിരുന്ന ആൾക്കാർ മരിച്ചു പോകുമ്പോ വല്ലാതെ തളർന്നു പോയിട്ടുണ്ടോ? മുത്തുനബി തങ്ങളെ ഓർക്കുക. ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട അനുജന്റെ സ്ഥാനത്തായിരുന്നു മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. എളാപ്പയാണ്, മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. മുത്തുനബി തങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഒരു സമാധാനം, എന്റെ ഹംസ ഉണ്ടല്ലോ എന്നുള്ള സമാധാനമാണ്. ആ ഹംസയാണ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ വയറ് കുത്തിപ്പിളർത്തിട്ട് കരളെടുത്തിട്ട് ചവച്ച് തുപ്പിയ കാഴ്ച കണ്ടപ്പോ മുത്തുനബി തങ്ങൾ കണ്ണുനീരോടെ പറഞ്ഞത്, കുടുംബബന്ധം പുലർത്തുന്ന നല്ല മനുഷ്യരായിരുന്നല്ലോ, നിന്നെ അവര് തല്ലിക്കെടുത്തിയല്ലോ എന്ന് കണ്ണുനീരോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു രംഗമുണ്ട്. ഖുറൈശികളോടെങ്ങാനും പകരം വീട്ടാൻ എനിക്ക് അവസരം കിട്ടിയാല് എന്റെ പ്രിയപ്പെട്ട ഹംസയെ കൊന്നതിന് പകരം അവരുടെ കൂട്ടത്തിലെ ആരോഗ്യമുള്ള 70 ആളുകളെ ഞാൻ കൊന്ന് അവരെ ഇതുപോലെ ഞാൻ വയറ് കുത്തിപ്പിളർത്തിയിട്ട് കരൾ പുറത്തെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപഥം ചെയ്തു. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അല്ലാഹ് നിങ്ങളോട് പറയണത് അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങളെ പകരം വീട്ടാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞയച്ചതല്ല. പകരം വീട്ടാൻ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, നിങ്ങൾ പകരം വീട്ടാൻ പറഞ്ഞയച്ചതല്ല. കാരുണ്യം പഠിപ്പിച്ചു കൊടുക്കാനാണ് അല്ലാഹ് നിങ്ങളെ നിയോഗിച്ചത്. ക്ഷമിക്കണം നബിയെ, വിട്ടുവീഴ്ച ചെയ്യണം, പുറത്തു കൊടുക്കണം. ഈ ആയത്തിറങ്ങിയത് ആ അവസരത്തിലാണ്. ആ ആയത്തിറങ്ങിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദേശവും ശത്രുതയും അടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലാഹ് നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു റബ്ബേ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ മരണം മുത്തുനബി തങ്ങളിൽ ഉണ്ടാക്കിയ ആഘാതം എത്ര വലുതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയപ്പെട്ട അനുജനെ പോലെ അവിടെ സ്നേഹിച്ച മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 2 കൈകളും മുറിക്കപ്പെട്ട് ശരീരത്തിൽ 90-ലേറെ പരിക്കുകൾ ഏറ്റുവാങ്ങിയിട്ട് മുഹത്തത്തിന്റെ രണാങ്കണത്തിൽ പെടഞ്ഞു വീണ് അള്ളാഹുവിലേക്ക് യാത്രയായപ്പോഴും മുത്തുനബി തങ്ങൾ തളർന്നില്ല. ജാഫർ ബിൻ അബി ത്വാലിബ് തങ്ങളുടെ കുടുംബത്തോട് പോയി പറഞ്ഞത്, ജാഫറിന്റെ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക എന്നാണ്. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നാണ്. ഹബീബ് അത്രയേറെ ദുഃഖിച്ച ദിവസങ്ങൾ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. ജാഫർ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിവസം മുത്തുനബി തങ്ങൾ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. അവിടുന്ന് സ്വഹാബിമാരോട് പറഞ്ഞു, ഇസ്നഊ ലിആലി ജാഫറിൻ തുഅമാ, നിങ്ങൾ ജാഫറിന്റെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കി. ആ വീട്ടിലേക്ക് ഇനി ഭക്ഷണവുമായി ജാഫർ വരൂലട്ടോ. ആ പിഞ്ചു പൈതങ്ങൾക്ക് ഇനി ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാൻ ആരുമില്ല. ആ വീട്ടിൽ ഇനി അടുപ്പ് പുകയൂല. എന്റെ പ്രിയപ്പെട്ട ജാഫറിന്റെ പിഞ്ചു മക്കൾക്ക് പറക്ക പറ്റാത്ത പൈതങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദിവസം മദീന വല്ലാതെ കരഞ്ഞുപോയ ദിവസമാണ്.
ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അത്രയേറെ മുത്തുനബി തങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടത് പരിശുദ്ധമായ ദീൻ ദഅവത്ത് ചെയ്തതിന്റെ പേരിലാണ്. തളർന്നില്ല, തകർന്നില്ല. രാജാതിരാജനായ റബ്ബിന്റെ വിധിയിൽ ക്ഷമിച്ച് സഹിച്ച് തവക്കുലാക്കി ഉമ്മത്തിന് വലിയ മാതൃക കാണിച്ചവിടുന്ന് കടന്നുപോയി. ആലം പടച്ചവന്റെ ആജ്ഞക്കു പാത്രമായി ആകാശവീതി പൂകി മിഅ്റാജ് പോയതല്ലോ റസൂലേ ഉടയോനിൽ മാത്രം ഉള്ളം പതിച്ച പരിതാപമേറെ പലതും സഹിച്ച മനുഷ്യകുലത്തെ ഉണർത്തി നയിച്ച യാസീൻ നബിയാ തിരുദൂതരേ എൻ മഹമൂദരേ ഒരു ജ്ഞാനപ്പുകൾ പാടുവേ ഒരു ജ്ഞാനപ്പുകൾ പാടുവേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സുനമേ ഇഷ്കറിയാതെ പാടിടും നിവർ സ്നേഹഗീതവും കേൾക്കണേ അസ്സലാത്തു വസ്സലാമു. ഈ ലൈറ്റ് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യാൻ പറ്റുമോ? ലൈറ്റുകൾ നോക്കി എല്ലാ ലൈറ്റും മൊത്തത്തിലൊന്ന് ഓഫ് ചെയ്യാം. അലൈക യാ ഹബീബല്ലാഹ് റൗള മുന്നിലെ ആൾക്കൂട്ടത്തിൽ ഞാൻ രാപ്പകൽ വന്നിരുന്നിടാ റബ്ബിൻ കോടതി കൂടും നേരത്ത് മുത്തയന്നെയും ഓർക്കണേ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. സഹോദരങ്ങളെ 10 മണിയാകുമ്പോഴേക്കും അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് കൂടി നമ്മൾ സദസ്സിന് വേണ്ടി എടുക്കുകയാണ്.